ഹായ് ഫ്രണ്ട്സ്, ലൂക്ക് കോണ്ടിനവും ശില്പ ഷെട്ടിയും കൂടി എഴുതിയിട്ടുള്ള ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡയറ്റ് എന്ന പുസ്തകത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ബേസിക്കലി ശില്പ ഷെട്ടി എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ലൂക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഹോളിസ്റ്റിക് ട്രെയിനറാണ്, നല്ലൊരു ന്യൂട്രിസ്റ്റും കൂടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ശില്പ ഷെട്ടിയുടെ പ്രഗ്നൻസിക്ക് ശേഷം അവരൊരു 32 കിലോ നാച്ചുറൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നാച്ചുറലി എങ്ങനെയാണ് ആ വെയിറ്റ് കുറച്ചത് എന്നുള്ളത് എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ടെസ്റ്റിമോണിയൽ പ്രോപ്പറായിട്ട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഡയറ്റ് പ്ലാൻ കീപ്പപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിലെ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ഫേസ് എനിക്ക് തോന്നിയത്. പുസ്തകം ചോദിക്കുന്നത് ഇത്രയാണ്: ഇന്ത്യൻ ഡയറ്റ് വാല്യുബിൾ ആയിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ ഡയറ്റ് വാല്യുബിൾ ആയിട്ടുള്ള ആ വാല്യൂസ് എങ്ങനെ നഷ്ടപ്പെട്ടു പോയി? നമ്മൾ എല്ലാവരും വെസ്റ്റേൺ ഡയറ്റിനും മെഡിറ്ററേനിയൻ ഡയറ്റിനും ഫോളോ ചെയ്യാനും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നവരാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഡയറ്റിനെ നിങ്ങൾ മറന്നുപോയത്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയത് എന്നുള്ളത് ചോദിക്കുന്നത്. അപ്പോൾ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഡയറ്റ് നമുക്കുണ്ടായിരുന്നു, ഒരു മെഡിസിനൽ വാല്യൂയോട് കൂടിയിട്ടായിരുന്നു നമ്മൾ ഭക്ഷണത്തെ കണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഭക്ഷണ രീതി എങ്ങനെ മാറിപ്പോയി, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ആ ഭക്ഷണ രീതി, ആ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഹാബിറ്റ് എങ്ങനെ മാറിപ്പോയി എന്നതിനെ കുറിച്ചിട്ടാണ് പുസ്തകം നമ്മളോട് ചോദിക്കുന്നതും പറഞ്ഞു തരുന്നതും. യഥാർത്ഥത്തിൽ പുസ്തകം വായിച്ചു തീരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ത്യൻ ഡയറ്റ് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഡയറ്റ് തന്നെയായിരുന്നു എന്നുള്ളത്. അതിനെ ഒരുപാട് ഗ്ലോറിഫൈ ഇത് നമ്മൾ ഉയർത്താനൊന്നല്ല ശ്രമിക്കുന്നതെങ്കിൽ പോലും നമുക്കറിയാം നമ്മുടേതായ തനതായിട്ടുള്ള ഒരുപാട് നല്ല കറികളും ഭക്ഷണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് മറ്റൊരു സൈഡ് നോക്കുമ്പോൾ ഹൈ കലോറിയാണ്, ലോ പ്രോട്ടീനാണ് എന്നുള്ളതാണ് എപ്പോഴും പറയുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും അത് തന്നെയാണ്, അതിനൊരിക്കലും മാറ്റി പറയുന്ന ഒരു സ്റ്റൈലൊന്നും ഇതിൽ നമ്മുടെ ഓതേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നൊന്നുമില്ല തീർച്ചയായിട്ടും. പക്ഷേ ആ ഒരു ഭക്ഷണ രീതി എന്തുകൊണ്ടാണ് അങ്ങനെ വന്നു പോയതും ഏത് രീതിയിൽ അതിന് മാറ്റം വന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച. യഥാർത്ഥത്തിൽ 5 പോയിന്റുകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത്, ഈ പുസ്തകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പോയിന്റുകൾ. അപ്പോൾ ഇന്ത്യൻ ഫുഡിൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ബേസ്, അല്ലെങ്കിൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ആ മാറ്റം വന്നത് എന്നുള്ളൊരു സെക്ടർ നോക്കുമ്പോൾ, റൈസ്, നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ അരി ഭക്ഷണം എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും കഴിക്കുന്നത്, എങ്ങനെയാണോ കഴിക്കുന്നത്, അതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അറിയാം, നമ്മളെല്ലാവരും വൈറ്റ് റൈസിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. നമ്മൾ ആ റെഡ് റൈസിൽ നിന്ന് മാറി എല്ലാവരും വൈറ്റ് റൈസിലേക്ക് കടന്നു. അപ്പോൾ റെഡ് റൈസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തവിടരി, ബ്രൗൺ റൈസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം റിച്ച് ആയിട്ടുള്ള ഫൈബർ അതിലുണ്ടായിരുന്നു, അതിന് നല്ല ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ വൈറ്റ് റൈസിലേക്ക് മെല്ലെ കടന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഗട്ടിൻ്റെ ഫോർമേഷൻ, നല്ല ബയോംസിനും നല്ല രീതിയിൽ നമ്മുടെ ഗട്ട് ഹീൽ ചെയ്തിടുന്ന ഒരു പ്രവർത്തനം, ആ ഫൈബർ റിച്ച് ആയിട്ടുള്ളൊരു ബേസിക് സോഴ്സ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ലൂക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വൈറ്റ് റൈസിന് പകരം നമ്മുടെ പാലക്കാടൻ മട്ട അല്ലെങ്കിൽ റെഡ് റൈസ്, ആ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമതായി പറയുന്നത് ഓയിൽ. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള ഓയിലുകൾ കിട്ടി തുടങ്ങി. പലപ്പോഴും നമ്മൾ പണ്ട് നമ്മുടെ അച്ഛനോ അച്ഛന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർ ഉപയോഗിച്ചിരുന്ന ഓയിലുകളെല്ലാം നാട്ടിൻ പ്രദേശത്തു നിന്ന് ആട്ടിയ വെളിച്ചെണ്ണയായിരുന്നു. ആ ആട്ടിയ വെളിച്ചെണ്ണയുടെ പകരം നമ്മൾ ഇന്നെല്ലാം പ്രോസസ്ഡ് ഇതിലേക്ക് കടന്നു. മാത്രമല്ല, ഒരു ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടം നോക്കി കഴിഞ്ഞാൽ, അതിനുശേഷം വന്നിട്ടുള്ള ഒരു ഫേസ് നോക്കി കഴിഞ്ഞാൽ അറിയാം, ചീപ്പസ്റ്റ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഓയിലുകൾ നമ്മുടെ മാർക്കറ്റിൽ വന്നു തുടങ്ങി. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും അഫോർഡ് ചെയ്യുന്നതും ചീപ്പായിട്ടുള്ള ഓയിലുകളെ പർച്ചേസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ ഡിമാൻഡും കുറയും ചെയ്തു, ഇതിന് റേറ്റ് കൂടുകയും ചെയ്തു. നമ്മളെല്ലാവരും ഏറ്റവും ഇതിനെക്കാട്ടിലും നല്ല ഓയിലാന്ന് പറഞ്ഞിട്ട് പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒലിവ് ഓയിൽ പോലും നമ്മൾ അതിന് പർച്ചേസ് ചെയ്ത് തുടങ്ങി. കാശ് കൂടുതൽ കൊടുത്തിട്ട് പോലും ഒലിവ് ഓയിൽ ഒരിക്കലും മോശമല്ല, അദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞു. പക്ഷെ അത് ഇന്ത്യൻ കൾച്ചറിനോ ഇന്ത്യൻ ലൈഫ് സ്റ്റൈലിനോ പറ്റിയ ഒരു ഓയിലല്ല എന്നാണ് പറയുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒലിവ് ഓയിൽ ഒരു 60 ഡിഗ്രിക്ക് മേലെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തി അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എപ്പോഴും ഈ നല്ല ആൻറ്റി ഓക്സിഡൻസും നല്ല രീതിയിൽ മെഡിറ്ററേനിയൻ ഡയറ്റിൽ യൂസ് ചെയ്യണതാണ്. എന്നാൽ അവരൊന്നും ഒരിക്കലും അത് ഗാർണിഷ് ചെയ്യാനുള്ള രീതിയിലാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അത് സലാഡുകളിലേക്കൊക്കെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന സ്റ്റൈലാണ് പലപ്പോഴും അവിടുത്തെ ഒരു ഫുഡ് ഹാബിറ്റിലുള്ളത്. നമ്മളെപ്പോലെ ഒരുപാട് മോർ ദാൻ 100 ഡിഗ്രിയിലൊന്നും വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന സ്റ്റൈലല്ല എന്നാണ് അദ്ദേഹം നമ്മളോട് ഷെയർ ചെയ്യുന്നത്, പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ പരമാവധി നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ഓയിലുകളെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല, നമ്മൾ മറന്നു പോയിട്ടുള്ള നമ്മുടെ കോക്കനട്ട് ഓയിൽ, അതേപോലെ വെളിച്ചെണ്ണ, അതേപോലെ തന്നെ എള്ളെണ്ണ, ഈ 2 ഓയിലുകളെ എപ്പോഴും എടുക്കാൻ ശ്രമിക്കുക. ഇതിൽ നല്ല സാച്ചുറേറ്റഡ് ഫാറ്റും അതുപോലെ തന്നെ നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ് അതിലുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമതായി പറയുന്നത് ഷുഗർ ആൻഡ് സോൾട്ട്.
നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയായിരുന്നു. ശർക്കരയായിരുന്നു ഏറ്റവും കൂടുതൽ. നമുക്ക് കട്ടൻ കാപ്പിയൊക്കെ എല്ലാം കഴിച്ചിരുന്നത് ശർക്കരയിലായിരുന്നു എന്നുള്ളത് അത് മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി നേരെ നമ്മൾക്ക് വന്നത് പഞ്ചസാര കഴിക്കുന്ന സ്റ്റൈലിലേക്കായിരുന്നു. അപ്പോൾ ആ പഞ്ചസാര കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് തീർച്ചയായിട്ടും നമുക്ക് വന്ന മാറ്റങ്ങൾ അറിയാമല്ലോ. അപ്പോൾ പരമാവധി പഞ്ചസാര എടുക്കുമ്പോൾ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗറാണ് നമ്മൾക്ക് ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത്. ഇവൺ കൽക്കണ്ടം പോലും എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര കുഴപ്പമില്ല. നിങ്ങൾ എത്ര പൊടിയായിട്ട് റിഫൈൻഡ് ആയിട്ടുള്ള ഇത് എടുക്കുന്നോ അത്രയും പ്രശ്നങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നത്. കൽക്കണ്ടം കഴിച്ചോന്നല്ല അദ്ദേഹം പറയുന്നത്, പലപ്പോഴും ആ വന്ന ഫേസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഉപ്പ്, കല്ലുപ്പായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. കല്ലുപ്പിന് പകരം നമ്മൾ വന്നത് അല്ലെങ്കിൽ അവിടുത്തെ റോക്ക് സോൾട്ട് ആൻഡ് സീ സോൾട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ നിന്ന് നേരെ റിഫൈൻഡ് സോൾട്ടിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലുള്ള നല്ല കണ്ടൻസ്, നല്ല മിനറൽസ് എല്ലാം അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നമ്മുടെ ഒരു ദിവസം നമുക്ക് പറഞ്ഞു തരുന്നത്. നാലാമതായി പറഞ്ഞ ഒരു കാര്യം ബട്ടറാണ്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബട്ടർ, ആ ബട്ടറിൻ്റെ ഫോം പണ്ട് കാലത്ത് കന്നുകാലികളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ചുറ്റുഭാഗത്ത് കിട്ടുന്ന ഡെയ്സി നെയ്യ് അല്ലെങ്കിൽ നമ്മുടെ നാടൻ നെയ്യാണ് നമ്മൾ ഉപയോഗിക്കുക പലപ്പോഴും. അതിൽ നിന്ന് ആ ഫേസിൽ നിന്ന് കടന്നതോടുകൂടി ബട്ടർ പ്രോസസ്ഡ് ഫുഡിലേക്ക് വന്നതോടുകൂടി ഹെൽത്തി ഹാബിറ്റ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടുതലും സൗത്ത് ഇന്ത്യനെ ബേസ് ചെയ്തിട്ടുള്ള ശരിക്കും നോർത്തേൺ സെക്ടർ അല്ലെങ്കിൽ സെൻട്രൽ പാർട്ടിലേക്കൊക്കെയാണ് നമ്മുടെ നെയ്യുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് അവരുടെ ഫുഡ് ഹാബിറ്റിൻ്റെ ഭാഗമാണ്. അതേപോലെ അഞ്ചാമത്തെ കാര്യം പറയുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലേക്ക് വിദേശികൾ വന്നത് സ്പൈസസും അതേപോലെ ഹെബ്സും ഒക്കെ കണ്ടിട്ടാണ്. എന്നാൽ ആ സ്പൈസസും ഹെബ്സും ഇന്ന് നമ്മൾ മറന്നുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മില്ലുകളിൽ പോയി പൊടിപ്പിച്ചിരുന്ന പൊടികളെല്ലാം നമ്മൾ പാക്കഡ് ആയിട്ടുള്ള ഒരു സെക്ടറിലേക്ക് വന്നതോടുകൂടി നമ്മുടെ ഫുഡ് ഹാബിറ്റ് മാറി, അതുപോലെ ആ ഡിസീസസ് കൂടി വന്നു എന്നാണ് പറയുന്നത്. റിച്ച് ആയിട്ടുള്ള മിനറൽസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടായിരുന്നു, വൈറ്റമിൻസ് ഒക്കെ അതിൽ നിന്ന് കിട്ടുക അത്രയധികം നമുക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ പരമാവധി പ്രോസസ്ഡ് ഫുഡുകൾ ഒഴിവാക്കുക, നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇതേ കാര്യം തന്നെയാണ് WHO നമ്മളോട് പറഞ്ഞു തരുന്നത്. സീസണൽ ആൻഡ് ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എടുക്കാനാണ് പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പച്ചക്കറികളും പഴങ്ങളും കഴിക്കൂ. അതാണ് നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും ആരോഗ്യമായിട്ട് നിലനിർത്താൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്നാണ് WHO പോലും പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ ലോക്കൽ മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പച്ചക്കറികളും പഴങ്ങളും സീസണിൽ ഉണ്ടാവുന്നത് എടുക്കാൻ ശ്രമിക്കുക. അത് പ്രോസസ്ഡ് ആവില്ല ഒരിക്കലും. അപ്പോൾ അത്തരം ഫുഡുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് രീതികളിൽ നമ്മുടെ ശരീരത്തെ നമുക്ക് ആരോഗ്യമായിട്ട് നിർത്താൻ പറ്റും എന്നുള്ളതൊക്കെയാണ് പകർന്നു തരുന്നത് ഫസ്റ്റ് ഫേസിലെ. സെക്കൻഡ് ഫേസിൽ നമുക്ക് പറയുന്നത് ശില്പ ഷെട്ടിയുടെ ട്രാൻസ്ഫോർമേഷനാണ്. ഡയറ്റ് എങ്ങനെയായിരുന്നു, അവരുടെ രീതികൾ എങ്ങനെ പോയി, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് എങ്ങനെയായിരുന്നു, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഞായറാഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്.